അന്നു അന്നു ഏഞ്ചൽ നമുക്കിന്ന് പനീർ ബുർജി ഉണ്ടാക്കിയാലോ? നിങ്ങൾ സഹായിക്കുമോ? എന്നാ ബാ നമുക്ക് ബാ. അങ്ങനെ നമ്മൾ പനീർ ബുർജി ഉണ്ടാക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. അന്നുമുണ്ട്, ഏഞ്ചലുമുണ്ട്, ഞാനുമുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ 3 സവോള നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, 1 തക്കാളി, പിന്നെ 2 അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പനീർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമേ ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഉള്ളിയുടെ തൊലിയൊക്കെ നിങ്ങൾ പൊളിച്ച് തരണം. ഓക്കെ, അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള കട്ട് ചെയ്തു, മുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, വെളുത്തുള്ളി അരിഞ്ഞെടുത്തു, തക്കാളി, കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ എണ്ണ. പനീർ ചെറിയ പീസുകളായിട്ട് ചെറിയ ചെറിയ തരിയ പോലുള്ള പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി പാചകം ചെയ്യാനോ? പനീർ ഭുജി ഉണ്ടാക്കുന്ന അങ്ങനെ പഠിപ്പിക്കട്ടെ? ഓക്കെ, എന്നാലൊരു കാര്യം ചെയ്യാൻ, എണ്ണ എടുത്തൊഴിക്കേ. കുറച്ച് വെച്ചാൽ മതി. ഇച്ചിരി ഇല്ല, ഇച്ചിരി ആയിട്ട് വേണം. ഓക്കെ, ഇനി എണ്ണ ചൂടാവട്ടെ. അപ്പം പഠിച്ചോ? ആദ്യം എന്നാ ചെയ്യേണ്ടത്? എണ്ണ ഒഴിക്കണം, ചൂടാക്കാൻ വെക്കണം. ഇനി എന്നാ ചെയ്യുന്നത്? എണ്ണ ചൂടായി കഴിയുമ്പോൾ അല്ല, കടുക് 1 സ്പൂൺ കടുക് എടുത്തിട്ട്, ഏതാണെങ്കിലും കുഴപ്പമില്ല, 1 സ്പൂൺ. മതി. അല്ല, എണ്ണ നല്ലപോലെ ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൂട്ടുന്നുണ്ട്. ഓക്കെ, ഏഞ്ചൽ എവിടെ പോയി? ഏഞ്ചലിനെ വിളിച്ചോണ്ട് വരാമോ? പെട്ടെന്ന് തന്നെ വിളിച്ചിട്ടോ. ഓക്കെ, 2 പേരെയും പഠിപ്പിക്കുക അല്ലേ? അങ്ങനെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തത് വെളുത്തുള്ളി, പച്ചമുളക്, വന്നോ? ഓടി വാ. 2 പേരും പനീർ ബുർജി ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുന്നു. നോക്കിക്കേ, നമ്മൾ ഇതിനകത്ത് ഇട്ട് തന്നെയൊക്കെയാ പറഞ്ഞേ, നോക്കിയിട്ട് പറഞ്ഞേ. കടുകിട്ടു, കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ ഈ വെളുത്ത് കിടക്കുന്ന എന്താ? വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ലസൺ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ടാൽ മതി. തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. നമ്മൾ ഇടുന്ന എന്താ? ആദ്യമേ സവോള ഇടണം. സവോള ഇടുന്നത് ഇതിനകത്തോട്ട് ഇട്ടേ. പെട്ടെന്നിട്ട് ഓക്കെ, മതി. സവോള ഇട്ടു. സവോള ഇട്ടിട്ട് സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇച്ചിരി വേണ്ട, മിക്സ് ചെയ്യണം. പക്ഷേ ഇച്ചിരി ഉപ്പ് ഒഴിക്കണം. ഉപ്പ് ഒഴിക്കുകയോ ഉപ്പ് പൊടി ഇടുകയോ ചെയ്യണം. അപ്പം അങ്ങനെ ഇടുമ്പോഴത്തേക്ക് സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഓക്കെ, ആരാ ഉപ്പെടുക്കുന്നത്? ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? അന്ന. ഇട്ടേ, ഉപ്പിട്ടോ. അങ്ങനെ സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്, ഗോൾഡൻ കളറായി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഏഞ്ചലേ? ഇനിയാണ് നമ്മൾ മസാല ഇടേണ്ടത്. എന്നൊക്കെ മസാല ഇടേണ്ടതെന്ന് അറിയാമോ? ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടി,
ഏഞ്ചൽ മഞ്ഞൾപ്പൊടി ഇട്ടോ 1 സ്പൂൺ. ഇട്ടോ മതി. മറികെ ഇനി അന്നു ഇതാണ്. ഇത് മല്ലിപ്പൊടി 2 സ്പൂൺ ഇടണം. കേട്ടോ ഇനി ഏഞ്ചൽ ഇച്ചിരി മുളക് പൊടി ഇട്ടേ. ഇതാ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഇട്ടേ. ഒരു സ്പൂൺ കൂടെ. ഓക്കെ മതി. അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള എരിവായി. അതുപോലെ മല്ലിപ്പൊടി ഇടുമ്പോൾ ഇച്ചിരി തിക്നെസ് കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി ആകുമ്പം കളർ കിട്ടും. ഓക്കെ, അത് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തക്കാളി ഇട്ടിട്ട് തക്കാളിയും കൂടെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളിയുടെ ആ പച്ചച്ചുവ മാറിയിട്ട് ഒന്ന് നല്ലപോലെ വഴണ്ട് കിട്ടണം. ഓക്കെ, പിന്നെ ഇതിനകത്തോട്ട് തക്കാളി കൂടി ഇട്ടാലേ വടിച്ചിട്ടോ, കൈ കൊണ്ട് വടിച്ചിട്ടോ. മതി. ഇത്രയേ ഉള്ളൂ. ശരിക്കും നമ്മൾ മുട്ട ബുർജി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ പനീർ ബുർജി ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പനീറെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇവിടെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പ്രധാനപ്പെട്ട ഇഷ്ടഭക്ഷണമാണ് പനീർ. നമുക്കിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിലും അത് അവൈലബിളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെല്ലായിടത്തും അവൈലബിളാണ്. അത് നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ഉണ്ടാക്കിയാൽ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ബ്രെഡിൻ്റെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ ഒക്കെ എല്ലാ ഭക്ഷണ സാധനത്തിൻ്റെ കൂട്ടത്തിലും നല്ല ടേസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പനീർ ബുർജി. എനിക്കത് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവും. പനീർ ഭുജിയ എന്ന് പറയും. ശരിക്കും പനീർ ഭുജിയ അല്ല, പനീർ ബുർജിയാണ്. അപ്പം നമ്മളിന്ന് പനീർ ബുർജി ഉണ്ടാക്കിയിട്ട് ബ്രെഡിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത്. പനീർ ബുർജി. പനീർ ഇട്ടോ, പതിയെ ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് വടിച്ചിട്ട്. ഓക്കെ, മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി നല്ല രീതിയിൽ ഇത് പിടിച്ച് ഇനിയിപ്പോൾ ഇതൊരു 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചെറുതീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പനീർ ബുർജി റെഡിയായിട്ട് വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? പിള്ളേർക്ക് കൊടുക്കാം, അവരെങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ. കുറച്ചെടുത്തിട്ട് എടുത്തു. ഇതേ ഓടിയോ. എങ്ങനെയുണ്ട്? പെഞ്ചിൽ വന്നേ. ഇച്ചിരി ഞാനും കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.